തൊടിയൂരിൽ ക്ഷീരകർഷക കോൺഗ്രസ് രൂപീകരണ യോഗം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ.സി. രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 10 ലക്ഷത്തിലധികം വരുന്ന ക്ഷീരകർഷകർ പ്രതിസന്ധിയിലാണെന്നും ഇവരെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ക്ഷീരകർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ.സി. രാജൻ ആവശ്യപ്പെട്ടു. തൊടിയൂർ മണ്ഡലം ക്ഷീരകർഷക കോൺഗ്രസ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും കാരണവശാൽ അവിടെ പോകുന്ന ആളുകൾ അവിടെ പോയാൽ അതിൻ്റെ വാദത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നെല്ലാം വലിയ ടാങ്കറിനകത്ത് പാല് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക്. അപ്പോൾ കേരളത്തിൽ ആവശ്യമുള്ള പാല് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് പാലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുട്ടയുടെ കാര്യത്തിൽ അങ്ങനെ മിക്കവാറും പോഷക മൂല്യമുള്ള ആഹാര പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം വേണ്ടത്ര നടത്താൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മിൽമാ സംഘങ്ങളുടെ പ്രസിഡന്റുമാരുണ്ട്, കർഷകരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സർക്കാർ ആണിപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ക്ഷീരകർഷകരുടെയും സംഘങ്ങളുടെയും പരിമിതമായ ആവശ്യങ്ങൾ ഇപ്പോൾ എല്ലാവരും സർക്കാരിനെ കൊണ്ടും അനുവദിക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവരും തോന്നും. പക്ഷെ പരിമിതമായിട്ടുള്ള ആവശ്യങ്ങളെങ്കിലും സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന തരത്തിൽ മന്ത്രിയും അതിൻ്റെ സർക്കാരും ഇടപെടണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം പ്രവർത്തിക്കാൻ വേണ്ടി അതിൻ്റെ വിശദ കാര്യങ്ങൾ ഇതെല്ലാം അറിയാവുന്ന ഒരാളായതുകൊണ്ട് തയ്യാറാക്കി വെക്കാൻ ഞാൻ വിജയനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെട്ടിയത്ത് അജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി തൊടിയൂർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോ മന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മുടെ എം ഡി ആണ്, നമ്മുടെ വാർഡാണ് കേരള വീടെന്ന് പറയുന്ന കാര്യത്തിന്റെ ഫലം. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷീരവികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഫാക്ടറിയാണ്. അപ്പോൾ കാലിത്തീറ്റയ്ക്ക് വില കുറയ്ക്കണം. സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ ലഭ്യമാക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എ. ജവാദ്, കെ. സുന്ദരേശൻ, സംഘം പ്രസിഡന്റുമാരായ ഷിബു എസ് തൊടിയൂർ, എൻ രമണൻ, എ. ജലാലുദ്ദീൻ, സുഭാഷ് താച്ചയിൽ, കെ. ധർമ്മദാസ്, ഷാജി കൃഷ്ണൻ, ബിന്ദു സോമൻ, ശശി താരാഭവനം എന്നിവർ പങ്കെടുത്തു. യോഹന്നാനെ പ്രസിഡന്റായും സത്യദേവൻ പിള്ള, രാജകുട്ടൻ പിള്ള, ബിന്ദു സോമൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എച്ച്. അൻവർ ഷായെ സെക്രട്ടറിയായും ജയേഷ് കുമാർ, ബിൻസി ബിജു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും മടത്തിനേത്ത് രമണനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.